എന്റെ വഴുതി പറയാറുണ്ട്, പണ്ടൊക്കെ ഇങ്ങോട്ട് നോക്ക്, പണ്ടൊക്കെ വിവാഹം കഴിക്കാൻ പെണ്ണ് കാണാൻ പോകും. അങ്ങനെ ചടങ്ങില്ലേ? അപ്പൊ അല്ലാ അർച്ചനെ അതാ പെണ്ണ് കാണാൻ പോകുന്നൊരു ചടങ്ങില്ലേ? പെണ്ണ് കാണാൻ പോകുമ്പോ ആരൊക്കെയാ പോണേ? പണ്ട് വീട്ടിലെ പ്രായമുള്ള ആരെങ്കിലും കൊണ്ടുപോകും പെണ്ണ് കാണാൻ പോകുമ്പോൾ. വീട്ടിലെ വാപ്പയെ കൊണ്ടുപോയില്ലെങ്കിലും വീട്ടിലെ കാരണവന്മാരായ അല്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ട കുടുംബക്കാരെയുമായിട്ടാ പെണ്ണ് കാണാൻ പോകാം. ഇന്ന് ചെറുപ്പക്കാരെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുപോകത്തില്ല. 2 മലക്കുകളെ കൊണ്ടുപോകും. 2 കൂട്ടുകാരുമായിട്ടാ പെണ്ണ് കാണാൻ പോകുന്നേ. അവിടെ പോയി പെണ്ണിന്റെ വീട്ടിൽ പോയി വാ മക്കളെ വിളിച്ച് കയറ്റിയൊക്കെ ഇരുത്തി നല്ല നാരങ്ങ വെള്ളമൊക്കെ അല്ലെങ്കിൽ നല്ല ചായയൊക്കെ കൊണ്ടുവന്ന് കല്യാണ പെണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ പുതിയാപ്പളയുടെ മുന്നിലേക്ക് നീട്ടും. അവനിങ്ങനെ ചായപാത്രത്തിൽ നോക്കിയിട്ട് ഓളം മുഖത്തൊന്ന് നോക്കും, എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ മുഖത്തൊന്ന് നോക്കും. എന്താണെന്നറിയോ? അടുത്തിരിക്കുന്നവന്റെ മുഖത്ത് നോക്കുന്നത് അളിയാ കൊള്ളാവോടാന്ന് യുവതിക്കും. അവനൊരു സ്കാനിങ് ഉണ്ട്, MRI സ്കാനിങ്, ഒരൊറ്റ സ്കാനിങ്ങാ. ഈ 2 മലക്കുകൾ അടുത്തിരുന്നിട്ട് ഒരു സ്കാനിങ്ങാ. കൊള്ളാളിയെ കെട്ടിക്കോ, എങ്കിൽ സമ്മതിക്കും. ഇതാ ഇന്നത്തെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓനിഷ്ടപ്പെട്ടോന്നല്ല നോക്കണേ, ഓനിഷ്ടപ്പെട്ടോന്നല്ല നോക്കുന്നത്. കണ്ട കൂടെ വരുന്നവൻ കൊള്ളാമെന്ന് പറഞ്ഞ കിട്ടുന്ന കാലം വേണ്ടടാ മക്കളെ. മഹാനായ നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു മോനെ, ലോകത്തിന്റെ നേതാവിന്റെ വീടിന്റെ മുന്നിൽ പണക്കാരന്മാര് വന്നിട്ട് ചോദിച്ച് നബിയെ കെട്ടിച്ചേരോ? ഇല്ല. ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് അലിയാർ തങ്ങൾ എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാർ തങ്ങളോട് ചോദിച്ചു, അലിയേ, എന്റെ ഫാത്തിമാനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അല്ലാഹുവേ, അലിയാർ തങ്ങൾ 10ാമത്തെ വയസ്സിൽ മുത്തുനബിയുടെ കൂടെ കൂടിയ അലിയാർ തങ്ങൾ മുത്തുനബി വാപ്പയെ പോലെ തന്നെയാണ് അലിയാർ തങ്ങൾക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാർ തങ്ങളോട് 21ാമത്തെ വയസ്സില് അവിടെ നിന്ന് ചോദിച്ചു, അലിയെ, ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അലിയാർ തങ്ങൾക്ക് ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഫാത്തിമാനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുത്തുനബി ചോദിച്ച് വിവാഹം കഴിക്കുമോ? അല്ലാഹുവേ, അലിയാർ തങ്ങളെ തലകുനിക്കി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, അല്ല ഇന്ദക ശൈഉൻ, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അലിയേ? മഹർ കൊടുക്കാൻ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ അലിയേ? അലിയാർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, മാ ഇൻദി ശൈഉൻ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. മഹർ വാങ്ങാൻ പോലും 5 നയാ പൈസ എന്റെ കയ്യിലില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, അലിയേ, നിനക്ക് ഞാനൊരു പടയങ്കി വാങ്ങി തന്നല്ലോ, അത് നിന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് പോയി വിറ്റാൽ എന്തായാലും എന്ത് കിട്ടും അലിയേ? അലിയാർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലിരിക്കുന്ന പടയങ്കി കൊണ്ടുപോയി വിറ്റാ 400 ദിർഹം കിട്ടും നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, കൊണ്ടുപോയി വിൽക്കാൻ. അലിയാർ തങ്ങൾ പടയങ്കിയുമായി മാർക്കറ്റിൽ പോയി, പടച്ചവനെ ചന്തയിൽ പോയി. അലിയാർ തങ്ങൾ അത് വിൽക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ അതാ വരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയുടെ ആദ്യത്തെ മരുമോനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ച പുതിയാപ്പളയാണ് ഉസ്മാൻ തങ്ങൾ. അലിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ അലിയെ ഇവിടെ നിൽക്കുന്നത്? ഫാത്തിമായ്ക്ക് മഹർ കൊടുക്കാൻ പൈസയില്ല, പടയങ്കി വിൽക്കാൻ വന്നതാണ്. അലിയാർ തങ്ങളുടെ കയ്യിൽ നിന്ന് പടയങ്കി വാങ്ങി 400 ദിർഹം കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയെ, എനിക്കെന്തിനാ പടയങ്കി? ഇത് നീ തന്നെ വെച്ചോ. 2ഉം കയ്യിൽ തന്നെ വെച്ച് കൊടുത്തു. മഹാനായ അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് 400 ദിർഹം കൊണ്ട് വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അലിയേ, വലീമ കൊടുക്കാനുണ്ടല്ലോ, വലീമ കൊടുക്കണമല്ലോ അലിയേ, വലീമ കൊടുക്കണമല്ലോ അലിയേ. അലിയാർ തങ്ങളോട് അള്ളാന്റെ റസൂല് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരാടിനെ ഞാൻ തരാ നബിയേ. എന്റെ വീട്ടിലൊരാടുണ്ട് നബിയേ. ചില സഹാബത്ത് പറഞ്ഞു, ഗോതമ്പ് മാവ് എന്റെ വീട്ടിലുണ്ട് നബിയേ. ഞങ്ങള് തരാമെന്ന് പറഞ്ഞു ഒരാടിനെയും കിട്ടി, കുറച്ച് ഗോതമ്പ് മാവും കിട്ടി. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾ അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അലിയാര് തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. പ്രവാചകൻ അവിടെ നിന്ന് ഒരു റൂം പണിത് കൊടുത്തു. ഒരു റൂമാണ് വെച്ചു കൊടുത്തത്. ആ റൂമിന്റെ അടിയിൽ പടച്ചവനെ ചരൽ കല്ലുകളായിരുന്നു, ഗ്രാനൈറ്റുകളൊന്നുമില്ല. അല്ലാഹുവേ, കല്ലുകൾ മാത്രം. അതാലിയാര് നിങ്ങൾ പറയുന്നുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, കേക്കുവാപ്പമാരെ, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, വിവാഹം കഴിച്ചു വിടുന്നതിന് മുമ്പ് പൊന്മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ്. ഈ ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകള് അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അലിയാര് തങ്ങളുടെ സമ്പാദ്യം എന്തെന്നറിയുമോ? അലിയാര് തങ്ങൾ പറയുകയാ, എന്റെ വീടിന്റെ അകത്ത് ഒരു ആടിന്റെ തോലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാടിന്റെ തോല് മാത്രമേ അലിയാര് തങ്ങളുടെ കയ്യിലുള്ളൂ. രാത്രിയായാൽ ആടിന്റെ തോലെടുത്ത് തറയിൽ ഇങ്ങനെ വിരിക്കുകയാ. കേക്കടാ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സ്വർഗത്തിന്റെ റാണിയുടെ മണിയറയാണ് പറയുന്നത്. സ്വർഗത്തിന്റെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ മണിയറയാണ് പറയുന്നത്. പടച്ചവനെ, ഒരാടിന്റെ തോല് അത് രാത്രിയാകുമ്പോ വിരിച്ചിടണം. ഫാത്തിമയും അലിയാര് തങ്ങളും അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങണം. രാവിലെയായാൽ ആടിന്റെ തോലെടുത്ത് അലിയാര് നിങ്ങൾക്കൊരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന് തീറ്റിയിട്ട് കൊടുക്കുന്നത് ആ വിരിപ്പിന്റെ മുകളിലാ. അലിയാര് തങ്ങളുടെ വീട്ടിലെ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കുന്നത് അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും രാത്രി കിടക്കുന്ന വിരിപ്പിന്റെ മുകളില് ആടിന്റെ തോലിന്റെ മുകളിലായിരുന്നു ഒട്ടകത്തിന് പോലും ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് എന്ന് അലിയാരിതങ്ങളെ പറയുമ്പോ, സഹോദര, അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അവരുടെ ജീവിതം മനോഹരമായിരുന്നു. വാപ്പതന്റെ പൊന്നാര മകളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല മണിയറക്കകത്ത് കയറി. അലിയാര് ഞങ്ങൾക്ക് സന്തോഷമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ. രണ്ടുപേരും മണിയറക്കകത്ത് കയറി. വീടിന്റെ കാതിലടച്ചു, വീടിന്റെ വാതിലടച്ചു. അല്ലാഹുവേ, വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചമങ്ങ് താഴ്ത്തി. അതാ വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുള് വന്നു. മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നു. അലിയാര് തങ്ങള് അതാ മണിയറയാണല്ലോ, അതാ തന്റെ ജീവിതത്തിൽ ആദിരാത്രിയാണല്ലോ. അലിയാര് തങ്ങള് സന്തോഷവാനായി മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മണിയറയ്ക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ, മണിയറയ്ക്കകത്തൊരു കരച്ചല് കേൾക്കുകയാ. അലിയാര് തങ്ങൾ ചിന്തിച്ചു, ആരാ തമ്പുരാനെ കരയുന്നത്? വസമഅനാ സൗതൻ ഹനീനാ. അതാ തേങ്ങല് കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരെന്നറിയോ? പുതുമണവാട്ടിയിരുന്ന് കരയുകയാ. അലിയാര് തങ്ങളുടെ മണിയറയ്ക്കകത്തിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ നീ ഇരുന്ന് കരയുന്നതെന്നുള്ള റസൂലിന്റെ പൊന്നുമോളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഫാത്തിമ പറഞ്ഞു, അലിയേ, ഞാൻ കരയുന്നത് എന്തിനെന്നറിയുവോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് പെട്ടെന്ന് അണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ, ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അലിയേ,
വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി അടിച്ചു പൊളിക്കാൻ മണിയറയിലേക്ക് കടന്നു വന്ന അതിരാത്രിയിൽ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ഈ റൂമിലെ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു, ഖബറിന്റെ ഇരുൾ ഓർമ്മ വന്നു, ഖബറിന്റെ ഞെരുക്കം ഓർമ്മ വന്നു. അലിയേ മണിയറ ഇവിടെയല്ല അലിയേ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് മണിയറ എന്നറിയുവോടാ ചെറുപ്പക്കാരാ? അതിരാത്രി സ്വപ്നം കണ്ട് നടക്കുന്ന യുവത്വേ, ഒരുക്കേണ്ടത് ഇവിടെയല്ലടാ പൊന്നുമോനെ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി അള്ളാന്റെ റസൂൽ എന്ന വാപ്പ വളർത്തിയ ഉമ്മയില്ലാത്ത ഫാത്തിമ എന്ന പൊന്നുമോള് അതാ ഭർത്താവിനോട് പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ മണിയറ പള്ളിപ്പറമ്പിലാ, അലിയേ മണിയറ പള്ളിപ്പറമ്പിലാ കൊണ്ടുപോയി കബറടക്കുന്ന ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അവിടെയാണ് മലക്കുകൾ വന്ന് പറയുന്നത്, പുതിയ പട കടന്നിറങ്ങുന്നത് പോലെ കബറിന്റെ അകത്ത് കിടന്നുറങ്ങിക്കോ. പുതിയ പളയുടെ കണ്ണ് നിറഞ്ഞുപോയി, അലിയാരിതങ്ങള് കരയുകയാ, അലിയാരിതങ്ങള് കരയുകയാ. പടച്ചവരെ, എന്നിട്ട് പുതിയ പളയോട് പുതുമണവാട്ടി പറയുകയാ, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം, മണ്ണറ മണിയറയാകാൻ, മണ്ണറ മണിയറയാകാ. നമുക്കിരുന്ന് നിസ്കരിക്കാം അലിയേ, നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം അലിയേ, നമുക്ക് അല്ലാഹുവോട് നമുക്ക് ഖുർആൻ ഓതാം അലിയേ. എടാ, വിവാഹത്തിന്റെ ഒന്നാമത്തെ ആദിരാത്രി അല്ലാഹുവേ നിസ്കരിച്ചു ഖുർആൻ ഓതി ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ അതാണടാ ഒരു ഉമ്മ വളർത്തിയ ദീൻ വളർത്തിയ അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ പൊന്നുമകളുടെ ജീവിതം. അതാ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ കാണാൻ പോയി. ഫാത്തിമ ബീബി വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്തിനാ മോളെ കരയുന്നത്, എന്തിനാ മോളെ കരയുന്നത്? വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസങ്ങളായി വാപ്പാ. ഫാത്തിമ എന്ന പൊന്നുമോള് വാപ്പയോട് പറയുകയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? വലിയ അബീക അർബഉ, നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. നീ 3 ദിവസമല്ലേ ആയുള്ളൂ, വാപ്പ 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ഫാത്തിമ ബീവി ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മുത്തുനബി വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഫാത്തിമ എന്ന പൊന്നുമോട് വാപ്പയെ കാണാൻ വന്നു. തന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് ഫാത്തിമ നിലവിളിച്ചുകൊണ്ടാണ് ഓടി വന്നത്. വാപ്പയുടെ അവസ്ഥ കണ്ടപ്പോ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമാനെ അടുത്ത് വിളിച്ചു, ഫാത്തിമാനെ അടുത്ത് വിളിച്ചു, ചെവിയിൽ പറഞ്ഞു, മോളെ വാപ്പാടെ മരണമെടുത്തു, വാപ്പാടെ മരണമെടുത്തു. എല്ലാ റമളാനിലും ഞാൻ ഒരു വട്ടം ഖുർആൻ മുഴുവനും ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു. എന്റെ മരണമെടുത്തതിന്റെ അടയാളമാണ് ഫാത്തിമ. മുത്തുനബി പറയുമ്പോ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ വല്ലാതെ കരഞ്ഞു. മുത്തുനബി തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും അടുത്ത് വിളിച്ചു, വാ മോളെ ഫാത്തിമ. എന്നിട്ട് വാപ്പ പറഞ്ഞു കൊടുത്ത്, എന്റെ പൊന്നുമകള് കരയണ്ട, വാപ്പാടെ തൊട്ടു പുറകിൽ നീയുമുണ്ട് മോളെ. എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീയാണ് ഫാത്തിമ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് വാപ്പ പറഞ്ഞു കൊടുത്തു, അടുത്തത് നീയാണെന്ന്. കേട്ട ഉടനെ ചിരിച്ചടാ ചെറുപ്പക്കാരാ. നീയാണ് അടുത്തതായി മരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എന്റെ വാപ്പയില്ലാത്ത ലോകം എനിക്കിനി വേണ്ട,
എന്റെ വാപ്പയില്ലാത്ത ലോകം എനിക്ക് വേണ്ട. മരിക്കുമെന്ന് വാപ്പ പറഞ്ഞപ്പോഴും മകള് ചിരിച്ചടാ പൊന്നുമോനെ. ആ ഫാത്തിമ ബീവി ഉണ്ടല്ലോ, മരിക്കുന്നതിന്റെ തലേ ദിവസം വാപ്പ എങ്ങനാ വഫാത്തായത്? ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട 16 വയസ്സുള്ള ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് വാപ്പ പോയി. ആ വാപ്പയുടെ മകളുണ്ടല്ലോ, മരിക്കുന്നതിന്റെ അന്ന് അലിയാര് തങ്ങളുടെ മടിയിൽ തലവെച്ചു, തന്റെ ഭർത്താവിന്റെ മടിയിൽ തലവെച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ, ഞാൻ മരിച്ചാൽ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ? അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ മറ്റാരും ഇന്ന് വരെ കണ്ടിട്ടില്ല. അല്ലാഹുവേ, എന്റെ മയ്യത്ത് പൊതിയുന്നത് അന്യപുരുഷന്മാരാണ്, എന്റെ മയ്യത്ത് ചുമക്കുന്നത് അന്യപുരുഷന്മാരാണ്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാണ്. അത് പകലായ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്നെ കബറടക്കാവൂ. മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് വസിയ്യത്ത് ചെയ്തു. സഹോദരാ, ഇതാടാ വാപ്പ വളർത്തിയ മക്കളോ. അല്ലാഹുവിന്റെ ദീൻ പറയുന്ന രീതിയിൽ മക്കളെ വളർത്തിയ, ഇതുപോലെ മക്കളെ വളർത്തിയിട്ട് ഇതുപോലെ മക്കളെ നല്ല രീതിയിൽ വളർത്തി ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തോ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളാണ്. എങ്ങനെയുള്ള മാതാപിതാക്കളെന്നറിയുമോ? 2 പെൺമക്കളെ അള്ളാന്റെ ദീൻ പറയുന്നത് പോലെ വളർത്തി, അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ടാൽ ആ വാപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, പടച്ചവനെ, പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ട വാപ്പമാർ അവർക്ക് ഈ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അവർക്ക് ഈ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പെൺകുഞ്ഞിനെ കാത്തിരിക്കുന്ന, പെൺകുഞ്ഞുങ്ങളെ കിട്ടാതെ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് തമ്പുരാനേ. കരുണക്കടലായ അല്ലാ, ഞങ്ങൾക്ക് നല്ല പെൺമക്കളെ തരണേ അല്ലാ. ഞങ്ങളുടെ വീടിന്റെ വിളക്കായ, ഞങ്ങളുടെ വീടിന്റെ അനുഗ്രഹമായ പെൺമക്കളെ ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് പെൺമക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് പെൺകുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ആകെ 2 പെൺകുട്ടികൾ വേണമെന്ന്, 2 ആണേ ഉള്ളൂ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു പെൺമക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.